ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ 10 മണിയോടെ കോടതിയിൽ ഹാജരാക്കും. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ബോബി ചെമ്മണ്ണൂർ ഇന്നലെ രാത്രി കഴിഞ്ഞത്. മജിസ്ട്രേറ്റിന് മുൻപാകെ രേഖപ്പെടുത്തിയ ഹണി റോസിന്റെ രഹസ്യമൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. അതേസമയം കുറ്റബോധമില്ലെന്നായിരുന്നു ഇന്നലെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെ ബോബിയുടെ പ്രതികരണം. ഇന്ന് രാവിലെ ഞാൻ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഡബിൾ മീനിങ് കേസാണ്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ദ്വയാർത്ഥത്തിൽ ലൈംഗിക ചുവയോട് ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് എത്രമാത്രം ഗുരുതരമായ കുറ്റമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലാണ് ഇന്നലെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി ഉണ്ടായിട്ടുള്ളത്. കസ്റ്റഡിയിലായി ഏതാണ്ട് 24 മണിക്കൂർ ആവാൻ പോവുകയാണല്ലോ. അപ്പോൾ മറ്റ് നടപടികളിലേക്ക് കടക്കും. ഇതോടൊപ്പം ഈ ഫോൺ പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട്. ഹണിയുടെ രഹസ്യമൊഴിയിൽ എന്താണുള്ളതെന്ന് അറിയേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, ഇന്ന് 11 മണിയോടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ ഈ കോടതിയിൽ ഹാജരാക്കുന്നത്. അതിനു മുൻപുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെ 5:15 വൈദ്യപരിശോധന നടത്തി. ഇന്നലെയും വൈദ്യപരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ വീണ്ടും പുലർച്ചെ 5:15 വീണ്ടും വൈദ്യപരിശോധന നടത്തിയത്. അതായത് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി അഡ്വക്കേറ്റ് രാമൻ പിള്ളയാണ് ഹാജരാകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം രാമൻപിള്ള അസോസിയേറ്റ്സിന്റെ ആളുകളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹാജരാക്കുന്നത്. എന്തായാലും ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ത്രീയോട് ദ്വയാർത്ഥത്തിലാകട്ടെ അല്ലെങ്കിൽ ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നത് എത്രത്തോളം ഗുരുതരമായ കുറ്റമാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം മുതൽ പോലീസ് ആക്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഹണി റോസ് ഈ കാര്യത്തിൽ എടുത്ത തീരുമാനത്തിനൊപ്പം മുഖ്യമന്ത്രിയാകട്ടെ പോലീസ് സേനയാകട്ടെ ഒപ്പം നിന്നു എന്നുള്ളതും അത് നമ്മളോട് തന്നെ റിയാക്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ കാര്യത്തിൽ ഉടനടി അടിയന്തര നടപടി വേണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയും തുടർന്നാണ് വളരെ പെട്ടെന്ന് ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക്. അതും നമുക്കറിയാം, വയനാട് SP വളരെ രഹസ്യമായിട്ടാണ് ഈ കാര്യം ഓപ്പറേറ്റ് ചെയ്തതും. മാത്രമല്ല, അത് ലോക്കൽ പോലീസ് പോലും അവർക്ക് പോലും അക്കാര്യത്തിൽ അവയർനെസ് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യവും വ്യക്തമാണ്. കാരണം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനുള്ള ബോബി ചെമ്മണ്ണൂരിനെ രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് തന്നെയായിരുന്നു പോലീസിന്റെ അടിയന്തര നീക്കം ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടി ഈ 24 മണിക്കൂർ കസ്റ്റഡിക്ക് ശേഷമാണ് 24 മണിക്കൂർ ആക്കുന്നു കസ്റ്റഡിയിലെടുത്ത ശേഷം ഇന്നലെ ഒരു 11 മണിയോടുകൂടിയാണ് പോലീസ് ഇന്നലെ വയനാട്ടിൽ നിന്നും 12 മണിയോടുകൂടിയാണ് ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലേക്ക് കൊണ്ടുവന്നത്. ഇന്നലെ വൈകുന്നേരം 7 മണിയോടുകൂടി ഇവിടെ എത്തുകയും ബാക്കി നടപടിക്രമങ്ങളൊക്കെ ഇന്നലെ തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. രാവിലെ 5:15 രണ്ടാമത്തെ തവണയും വൈദ്യപരിശോധന നടത്തിയിട്ടുണ്ട്. എന്തായാലും 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. ബോബി ചെമ്മണ്ണൂരിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി പിടിച്ചെടുത്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ, അതായത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അദ്ദേഹം ഇതുവരെ കൈകാര്യം ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ പരിശോധനയുടെ ഭാഗമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ദ്വയാർത്ഥ പ്രയോഗത്തോടെ സംസാരിച്ചിട്ടില്ല. 4 മാസം മുൻപുണ്ടായ ഒരു പ്രശ്നം ഇപ്പോൾ ഊതിപ്പെരുപ്പിച്ചു കൊണ്ടുവരുന്നത് മറ്റെന്തോ ഉദ്ദേശത്തോടു കൂടിയാണെന്നുള്ളൊരു റിയാക്ഷനാണ് ബോബി ചെമ്മണ്ണൂരിനുണ്ടായത്. മാത്രമല്ല, ഈ വൈദ്യപരിശോധനയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കുമ്പോഴും ഒരു തരത്തിലും ഒരു കുസലുമില്ലാതെ തന്നെയാണ് അദ്ദേഹം ഇറങ്ങിപ്പോയതും. ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഇറങ്ങിപ്പോയതും. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള നിലപാട് ആവർത്തിച്ച് തന്നെ നിൽക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഈ 4 മാസം മുൻപുള്ള കേസ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നതിന് ദുരുദ്ദേശമുണ്ട്, അതല്ലെങ്കിൽ അവരുടെ പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഈ നടി ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാകാം എന്നുള്ള തരത്തിലുള്ള റിയാക്ഷനുകൾ, എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടിയാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീജ, ഇന്നലെ ഈ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളിൽ ബോബി ചെമ്മണ്ണൂർ ഫാൻസ് ഈ ബോബി ചെമ്മണ്ണൂരിന് ഇങ്ങനെയൊക്കെ പറയാൻ ധൈര്യം കൊടുക്കുകയും പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുന്ന ഫാൻസിന്റെ ഒക്കെ ശബ്ദം കേൾക്കാം. ഇന്നലെ രാത്രിയും ഇത്തരം ആളുകളുടെ സാന്നിധ്യം അവിടെ സ്റ്റേഷന് പുറത്തുണ്ടായിരുന്നു. ബോബി ഈ നടപടിക്രമങ്ങളോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടോ?
ശ്രീജ നടപടിക്രമങ്ങളോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ശ്രീജ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ബോബി ചെമ്മണ്ണൂർ ഫാൻസ് ആയാലും മറ്റു, അതായത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകളായാലും നൽകുന്ന മെസ്സേജ് സമൂഹത്തിന് വളരെ മോശമായിട്ടുള്ളൊരു മെസ്സേജ് നൽകുന്നു എന്നുള്ള ഒരു സൂചന കൂടിയാണ് പോലീസിന്റെ നടപടിക്രമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പം നമുക്ക് ഒരു കമന്റ് എടുത്ത് നോക്കിയാൽ തന്നെ മുൻപ് നമ്മൾ തന്നെ ഞെട്ടിപ്പോയിരുന്ന കമന്റുകൾ ഹണി റോസിന്റെ പല പോസ്റ്റുകളുടെയും താഴെ വന്നിരുന്നു. അതിനെല്ലാം നടപടിയെടുക്കുന്നു. 20 പേർക്കെതിരെ 20 പേരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. കുമ്പള സ്വദേശി ഷാജി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തുടങ്ങിയ നടപടികളൊക്കെ നടക്കുമ്പോഴും മാത്രമല്ല ഈ 20 പേര് അവരുടെ വ്യാജ അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇത്തരം സോഷ്യൽ മീഡിയ കമന്റുകൾ, ഇത്തരം കമന്റ്സിന്റെ പിന്നിലുള്ളവരൊക്കെ ഇത്തരം വ്യാജ ഐഡികൾ ഉപയോഗിച്ചിട്ടാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഈ പ്രശ്നത്തിന് ശേഷം പലരും അവരുടെ ID ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം രൂപീകരിച്ചപ്പോൾ 10 അംഗ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ 10 അംഗ അന്വേഷണ സംഘം ACP ജയകുമാർ നേതൃത്വം നൽകുന്ന 10 അംഗ അന്വേഷണ സംഘത്തിൽ 3 വനിതാ പോലീസുകാർക്ക് പുറമെ സൈബർ പോലീസും സൈബർ സേനാംഗങ്ങളുമാണ് ഉള്ളത്. കാരണം അത് കൃത്യമായി ഏതൊക്കെ ലൊക്കേഷനാണ് എന്ന് ലൊക്കേറ്റ് ചെയ്ത ശേഷം ഈ കോമന്റ്സ് ഇട്ടവരെ ആളുകളെ ഒക്കെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള ഒരു ഉദ്യമം കൂടി പോലീസ് ഏറ്റെടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല 20 പേരെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞുവെന്ന് കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ നമ്മളോട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതുമാണ്. ഇവരെ ട്രാക്ക് ചെയ്യുകയും അതല്ലെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യുകയും തുടങ്ങിയ നടപടിക്രമങ്ങളൊക്കെ മുന്നോട്ട് ഉണ്ടാകും, തുടർ ദിവസങ്ങളിലും ഉണ്ടാകും. മാത്രമല്ല യൂട്യൂബേഴ്സ് ഹണി റോസിന്റെ ചിത്രം ഉപയോഗിച്ച്, അതായത് മോശമായ തരത്തിൽ തംബ്നെയിലുകൾ ഇട്ട യൂട്യൂബർമാർക്കെതിരെയും പരാമർശമുണ്ട്. അവർക്കെതിരെയും ഒരുപക്ഷെ നടപടികൾ ഉണ്ടായേക്കാമെന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരം ഒരു പരാമർശം കൂടി കഴിഞ്ഞ ദിവസം ഹണി റോസ് മുന്നോട്ട് വെച്ചിരുന്നു. കാരണം ഈ വീഡിയോസ് റീച്ച് കിട്ടാൻ വേണ്ടി അത്തരത്തിലുള്ള തംബ്നെയിലുകൾ ഉണ്ടാക്കി അത് പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളും യൂട്യൂബേഴ്സിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അത്തരം ഒരു പ്രവണത കൂടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിന് തന്റെ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഇത്തരം മോശം തംബ്നെയിലുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രവണത കൂടി അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഹണി റോസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ കൂടി നടപടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് ഇന്നലെ രാത്രി അറസ്റ്റ് രേഖപ്പെടുത്തിയ ബോബി ചെമ്മണ്ണൂർ ഇപ്പോഴുമുള്ളത് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലാണ്. 11 മണിയോടെ ഇയാളെ കോടതിയിൽ ഹാജരാക്കും. ഇന്ന് രാവിലെയും ബോബി ചെമ്മണ്ണൂരിന് വൈദ്യപരിശോധന നടത്തിയിരുന്നു.